തിരുസഭ 94. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം സങ്കീർത്തന പുസ്തകത്തിൻ്റെ 50-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുലിഖിതമാണ്. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം തിരുനാൾ, പന്തക്കുസ്ത തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ വസിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പുത്രനായ ദൈവം അയച്ചതിൻ്റെ ആ വലിയ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി കർത്താവ് നമ്മളെ ഇന്ന് സങ്കീർത്തനം 50:15 പഠിപ്പിക്കുകയാണ്, ഒന്നിനെയും നമ്മൾ ഭയക്കരുത് എന്ന്. ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും, ഏതൊക്കെ അനർത്ഥങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒന്നിനെയും ഭയക്കരുത്. കാരണം നമ്മോട് കൂടെ വസിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നും. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുക, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ഒരു വിമോചകനാണ്. എല്ലാ കെട്ടുകളെയും പൊട്ടിച്ച് എല്ലാ ബന്ധനങ്ങളെയും തകർത്ത് നമ്മളെയൊക്കെ മോചിപ്പിക്കുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. ഇനി ഈ മോചനം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ സാധ്യമാവുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നാം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഒരു അവസ്ഥയിലും തളരാതെ, എന്ത് അനർത്ഥങ്ങളുണ്ടായാലും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് വിശ്വസ്തയോടെ മുന്നോട്ട് പോകുക. കർത്താവ് നമ്മളെ മോചിപ്പിക്കുമെന്ന വാഗ്ദാനം ഇന്ന് ദൈവം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിരിക്കാം, തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ വലിയ പല രീതിയിലുള്ള നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കും. എന്തൊക്കെ ആയിക്കോട്ടെ, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക എന്ന കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദൈവം കൂടെ നടക്കുന്ന ദൈവമാണെങ്കിൽ നമ്മുടെ ദൈവം അനുഗ്രഹിക്കാൻ സന്നദ്ധതയുള്ള ഒരു ദൈവമാണ്, മോചിപ്പിക്കുവാൻ സന്മനസ്സുള്ള ഒരു ദൈവമാണ്, പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമാണ്. തക്കതായ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും ഭയക്കാതെ, ഒരു സാഹചര്യത്തെയും ഭയക്കാതെ, ഏത് രോഗാവസ്ഥയും ഭയക്കാതെ, അനർത്ഥകാലത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് അവിടുന്ന് മോചിപ്പിക്കുന്ന ആ അനുഭവത്തിലേക്ക് നമ്മളെ കർത്താവ് വിളിക്കുകയാണ്. എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഇപ്രകാരമാണ്, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതായത് ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇപ്പോൾ ഒരു ജീവിതത്തിൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന ചില തിക്താനുഭവങ്ങളോ വേദനിപ്പിക്കുന്ന അവസ്ഥയിലൂടെയാണെങ്കിലും ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. എൻ്റെ ദൈവമേ, ഈ അവസ്ഥയിൽ നീ മഹത്വപ്പെടട്ടെ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ ശക്തി പ്രാപിക്കുക, നമ്മുടെ ജീവിതത്തിൽ ബലം പ്രാപിക്കുക, നമ്മുടെ ജീവിതങ്ങളിൽ വിടുതൽ സംഭവിക്കുക. ഏതവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നമ്മോട് കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് അനർത്ഥകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അവിടുന്ന് നമ്മളെ മോചിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ പന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുവാനും നമ്മുടെ വിമോചകനായ നമ്മുടെ കർത്താവിനെ ആഴത്തിൽ അനുഭവിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വശക്തനായ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.